മറ്റൊരു വാർത്തയിലേക്ക് മുതിർന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കേസ് സിദ്ധാർത്ഥ് വരദരാജനും കരൺ ഥാപ്പറിനും ഗുവാഹത്തി പോലീസ് നോട്ടീസ് അയച്ചു. ഈ മാസം 22-ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. കേസ് വിവരങ്ങൾ വെളിപ്പെടുത്താതെയാണ് സമൻസ്. പി ആർ സുനിൽ നമുക്കൊപ്പം. പി ആർ സുനിൽ, എന്തിനാണ് കേസ് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് പശ്ചാത്തലം? പി ആർ സുനിൽ, കേൾക്കാമോ? BNS വകുപ്പിലെ 152-ാം വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ ഗുവാഹത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകരായ സിദ്ധാർത്ഥൻ വരദരാജൻ, ഒപ്പം തന്നെ കരൺ താപ്പർ എന്നിവർക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 14-ാം തീയതി ഓഗസ്റ്റ് 14-നാണ് ദില്ലിയിലെ വയറിന്റെ ഓഫീസിൽ, ദ വയർ എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസിൽ സിദ്ധാർത്ഥ് വരദരാജനുള്ള നോട്ടീസ് കിട്ടിയത്. 18-ാം തീയതിയാണ് കരൺ താപ്പറിനുള്ള നോട്ടീസ് കിട്ടിയത്. ഈ മാസം 22-ാം തീയതി ഗുവാഹത്തി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന് മുന്നിൽ ഹാജരാകണം. അതല്ല എങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാൻ പോലീസിന് അധികാരമുണ്ട് എന്ന് മാത്രമാണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഏത് കേസിന്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറാനും ഗുവാഹത്തി പോലീസ് ഇപ്പോൾ തയ്യാറായിട്ടില്ല. നേരത്തെ ഈ രാജ്യദ്രോഹ കുറ്റമായി ഉണ്ടായിരുന്ന 124A വകുപ്പ് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു. അതിന് പകരമായി BNS-ൽ ഉൾപ്പെടുത്തിയ 152-ാം വകുപ്പ് പ്രകാരമാണ് ഈ കേസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. സ്വാധീനം, അതുപോലെ തന്നെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരായുള്ള നീക്കം എന്നൊക്കെ ഉള്ള കുറ്റങ്ങൾക്ക് ചുമത്തുന്ന ഒരു നിയമമാണ് BNS-ലെ 152-ാം വകുപ്പ്. അപ്പോൾ ഈ വകുപ്പ് പ്രകാരമാണ് സിദ്ധാർത്ഥ് വരദരാജനെതിരെയും അതുപോലെ കരൺ താപ്പറിനെതിരെയുമുള്ള ഈ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരാണ് ഇവരെല്ലാം. സിദ്ധാർത്ഥ് വരദരാജൻ അമേരിക്കൻ പൌരൻ കൂടിയാണ്. അതുകൊണ്ട് ഈ കേസിൽ എങ്ങനെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും എന്നതൊക്കെ തന്നെ കാത്തിരുന്ന് കാണണം. ഏതായാലും ഇവരോട് ഓഗസ്റ്റ് 22-ാം തീയതി നേരിട്ട് ഹാജരാകണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ദ വയർ നൽകുന്ന സൂചന അനുസരിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ദ വയറിൽ ചില ലേഖനങ്ങൾ വന്നിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു രാജ്യദ്രോഹ കുറ്റം ചുമത്തിയുള്ള കേസിന് കാരണം എന്നാണ് ദ വയറിന്റെ ഒരു ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിക്കുന്നത്. കരൺ താപ്പറിനെതിരെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കേസ് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഗുവാഹത്തി പോലീസ് ഈ ഒരു കേസിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല.